പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷിറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. പൂജകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഞാൻ പൂജകളെക്കുറിച്ചോ ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയെ കുറിച്ചൊന്നും ആരോടും പറയാറില്ല. കാരണം അത് പറഞ്ഞാലും ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിലൊരു വലിയൊരു സാമ്പത്തിക നേട്ടമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രമാണ് ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂർണ്ണമായിട്ടും ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാവാൻ വേണ്ടി മാത്രം പൂജകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാവുമ്പോൾ നമ്മൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കരുത്, സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്തൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. പണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ അടുത്ത് ആൾക്കാർ വരുന്നതും പൂജകൾ ചെയ്യുന്നതും പൂജയുമായി ബന്ധപ്പെട്ട് എൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു അപൂർത്തി ഉണ്ടാവണമെന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് തന്നെയാണ്. അപ്പൊ അപൂർത്തികൾ ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ എത്ര വലിയ സെറ്റപ്പിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ കിട്ടുള്ളൂ. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് എവിടെയാണോ കാര്യം നടക്കുന്നത് അവിടെ പോവുക, നമ്മളുടെ കാര്യം നേടിയെടുക്കുക എന്നൊരു ചിന്ത തന്നെ എല്ലാവർക്കും ഉള്ളൂ. ഇപ്പൊ ഞാനായാലും ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ എൻ്റെ അടുത്തേക്ക് എന്തിനാ ആൾക്കാർ വരുന്നത്? അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ വിഷ്ണുമായ സ്വാമീനെ ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ്, വർഷങ്ങളായി ചെയ്യുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലേക്കും ഒരുപാട് വീഡിയോസുകളും ഒരുപാട് ഫോട്ടോസൊക്കെയും ആയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നമ്മളെ കാണുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കുന്ന കാര്യം ഞങ്ങളുടെ പ്രശ്നം എങ്ങനെയാണ് സൊല്യൂഷൻ ആക്കുക എന്നുള്ള രീതിയിലാണ് ചോദിക്കാറ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വ്യക്തമായിട്ട് ഇവിടെയുള്ള പൂജകളെ കുറിച്ചും ഹോമങ്ങളെ കുറിച്ചും ഗുരുതി പൂജകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അത് സംസാരിക്കുമ്പോൾ അവർ അത് ചെയ്യാനായിട്ട് ഞാൻ ഒരു കാരണവശാലും നിർബന്ധിക്കാറില്ല. ഇപ്പൊ ഇവിടെ വന്നൊരു പ്രശ്നം നോക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള നമ്മളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വെച്ച് അവരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ആ പ്രശ്നത്തിന് വേണ്ട സൊല്യൂഷൻസ് അവർക്ക് പറയുകയും ആ സൊല്യൂഷൻ പറഞ്ഞതിന്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാവുമ്പോഴാണ് അവരും സീരിയസ് ആവുന്നത്. പിന്നെ അവര് എന്ത് ചെയ്തിട്ടായാലും എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് അവർ പറയും. ഇന്ന് ഒരുപാട് അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, കൊട്ടാര തുല്യമായിട്ടുള്ള അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? അവിടെ ഒരു സമ്പത്ത് വരുന്നുണ്ടാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ ആൾക്കാരുടെ പ്രശ്നങ്ങൾ തീരുന്നു, അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രശ്നങ്ങൾ തീരാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നു. അപ്പൊ ഇത് അമ്പലങ്ങളെ കുറിച്ച് മാത്രമായിട്ട് വരുന്നൊരു കാര്യമാണോ, അല്ലെങ്കിൽ പള്ളികളെ കുറിച്ച് മാത്രമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപരമായിട്ട് മാത്രം വരുന്നൊരു കാര്യമല്ല. ഇന്ന് നമ്മൾ ഒരുപാട് ഹോസ്പിറ്റൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽസ് മുഴുവൻ ലക്ഷറിയാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പാക്കേജ് എടുത്തുകൊണ്ടും നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സിസ്റ്റങ്ങളുണ്ട്. അപ്പൊ നമുക്കൊരു അസുഖം വന്നു, ഞാനിത് കമ്പയർ ചെയ്ത് പറയണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമുക്കൊരു അസുഖം വന്നു, അതായത് രോഗം. അപ്പോൾ ഇതേ കോൺസെപ്റ്റിൽ മാന്ത്രികപരമായി നോക്കുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു, നമ്മൾ ബിസിനസ് ചെയ്യുന്നു, നമ്മൾ വിവാഹം കഴിക്കുന്നു, നമ്മുടെ ദാമ്പത്യ ജീവിതം ഉണ്ടെന്നു, അവിടെ ഒരു പ്രശ്നം വരുന്നു. അപ്പൊ അതൊരു രോഗമായതുകൊണ്ടാണ് അതിനെ സൊല്യൂഷനായിട്ട് മാന്ത്രികപരമായിട്ടുള്ള കാണുന്നത്. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലായിട്ട് എടുക്കുമ്പോൾ എന്താണ്? എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചെല്ലുന്നു, അവർ പറയുന്ന സ്കാനിങ് ചെയ്യുന്നു, അവർ പറയുന്ന കാര്യങ്ങളെല്ലാത്തിനും അനുസൃതമായി കൺസൾട്ടേഷൻ ഫീസും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഇതെല്ലാം നടത്തിയിട്ട് നമ്മൾ രോഗം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയിലെത്തുന്നു. രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സയില്ല എന്ന് പറയുന്ന രോഗങ്ങളുണ്ട്. കൃത്യമായിട്ട് മെഡിസിൻസുകൾ കൊടുത്തു കഴിഞ്ഞാൽ റിക്കവറി ആവാൻ പറ്റുന്ന ഒരു സിസ്റ്റവും ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന. അപ്പൊ അതിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആയുർവേദം ഉണ്ട്, ഹോമിയോ ഉണ്ട്, ഇനി എന്താ യുനാനി, അല്ലെങ്കിൽ ഈ പറയണ പോലെ സിദ്ധ, ഇനിയിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്ന അലോപ്പതി എന്ന് പറയുന്ന സിസ്റ്റവും ഉണ്ട്. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാരുണ്ട്. ചിലവർക്ക് ഹോമിയാണ് ഇഷ്ടം, ചിലവർക്ക് ആയുർവേദമാണ് ഇഷ്ടം, ചിലവർക്ക് അലോപ്പതിയാണ് ഇഷ്ടം. ഡിപ്പെൻസ് അപ്പോൺ അവിടുത്തെ ആൾക്കാരെ ബേസ് ചെയ്തിട്ടാണ് ആ സിസ്റ്റം തന്നെ റൺ ചെയ്യുന്നത്. അതിലേത് ശരി ഏത് തെറ്റ് എന്നുള്ളതല്ല നമ്മൾ പറയണത്. അപ്പൊ അവിടെ അങ്ങനെ പോകുന്നു. എന്നിട്ട് ഈ രോഗമൊന്നും മാറാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊന്നും നടക്കാണ്ടാവുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുക? കാട്ടില് ഒരാളിരിക്കുന്നുണ്ട്, അയാള്
അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാൻസർ മാറും, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം കിട്ടുമെന്നോ ഏതെങ്കിലും ഒരു വ്യക്തി അറിഞ്ഞാൽ, അങ്ങനത്തെ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ആളുടെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യും? അത് എവിടെയാന്ന് കണ്ടുപിടിച്ച് ചിലപ്പോൾ കിലോമീറ്ററുകളൊക്കെ കാടിന്റെ ഉള്ളിലേക്ക് കടന്നു പോയിട്ടാവും ആൾ അവിടെ പോയിട്ട് ചികിത്സ നേടുന്നത്. ചിലപ്പോൾ അത് വിജയിക്കും, ചിലപ്പോൾ അത് പരാജയപ്പെടും. എന്തുകൊണ്ട് മനുഷ്യനത് പോകുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ജീവായുസിനുള്ളിൽ അവന് നല്ല രീതിയിൽ ജീവിക്കണമെന്നും നല്ല രീതിയിൽ സമ്പാദിക്കണമെന്നും നല്ല രീതിയിൽ കുടുംബജീവിതം കൊണ്ടടക്കണം എന്നൊക്കെയും അതിതീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഈ ആഗ്രഹങ്ങളൊന്നും മൃഗങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ ഇല്ലാത്തത്. ഇതേപോലെ മൃഗങ്ങളെ പോലെയുള്ള ആൾക്കാരുണ്ട്. കാലത്ത് എനിക്ക് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യങ്ങളും ഇല്ല, 3 നേരം ഭക്ഷണം അത് എവിടെന്നേലും കിട്ടും, അതുപോലെ എന്തെങ്കിലും അവരുടെ സുഖപരമായ കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും അവരെ സംബന്ധിച്ച് മാറ്ററല്ല. അവർക്ക് ദൈവവും ഇല്ല, എന്താ പറയാ, നിരീശ്വരവാദമാണെങ്കിൽ അതും ഇല്ല. മൊത്തത്തിൽ അവരെ കാര്യത്തിൽ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ അവര് തിന്നുക, അവര് സുഖമായിട്ട് അവരുടേതായ എൻജോയ്മെന്റ് എടുക്കുക. കുടുംബ കാര്യങ്ങളില് കുടുംബം, വീട്, സ്വന്തം കരിയർ, നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ എങ്ങനെ ഞാൻ എൻ്റെ ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നല്ലൊരു കഥയാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് എന്നെപ്പോലുള്ള ആൾക്കാർ ഈ പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ പൂജ ചെയ്യുന്നത്, ഇനി ഞാൻ പൂജയിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോണത്? നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരാത്തത് കൊണ്ടാണ്. നമ്മൾ ഇത് എവിടെ നിന്ന് തീരും എന്നതിന്റെ ഭാഗമായിട്ടാണ് ആൾക്കാർ പോവുക. ഞാനും പൂജ ചെയ്യാൻ വേണ്ടി പൂജ പഠിച്ച ആളല്ല. നമ്മളും ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ട് അതിന് വിഷ്ണുവായ സ്വാമിയുടെ ഉപാസനകൾ നല്ലതാണെന്ന് മനസ്സിലാവുകയും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 18-19 വർഷമാണ് മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ സാധാരണ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സാമ്പത്തിക അപൂർത്തികളും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും കുടുംബപരമായിട്ടും ബിസിനസ് പരമായിട്ടും എല്ലാം കൊണ്ടും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചപ്പോൾ ആ പ്രശ്നങ്ങൾ തീരാൻ നമ്മൾ തന്നെ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. നമ്മളിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു, പക്ഷെ അതിനേക്കാൾ അനുഭവം ഉണ്ടാവും നിങ്ങൾ സ്വയം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കണ്ടെത്തലുകൾ. ഇപ്പം എനിക്കൊരു പ്രശ്നം വരാണ്, നിയമപരമായിട്ടുള്ള ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് ലോൺ കിട്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് കുടുംബപരമായിട്ടൊരു ഭയങ്കര പ്രശ്നങ്ങൾ, മാനസികമായിട്ടൊരു സുഖമില്ല. ഈ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യണു? ഓക്കെ, നമ്മളെ പഠിച്ചതും നമ്മളുടെ അനുഭവം കൊണ്ടുള്ളതിൻ്റെ പേരിൽ പത്മിടുന്നു. അതാണ് ഇവിടെ സ്വാമിയെ നമ്മൾ വിചാരിച്ച് പത്മിടുന്നു. ഗുരുതിക്ക് വേണ്ടിയിട്ട് ഗുരുതി തയ്യാറാക്കുന്നു, അതിൽ വിളക്കിറക്കി വെക്കുന്നു. പത്മത്തിലാണ് സ്വാമിയെ നമ്മൾ സാന്നിധ്യമാക്കുന്നതിനായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ ആവാഹിച്ചു എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അവിടെ ഒരു പ്രോസസ്സ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനുശേഷം ഹോമപൂജകൾ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കാൻ രസമാണ്, ഇതൊക്കെ ചെയ്യാനും ആർക്കും പറ്റും. കാരണം കയ്യിൽ കാശ് ഉണ്ടാവുക, നമുക്ക് കുറച്ച് സമയമുണ്ട്, നമുക്ക് അതിന് മനസ്സുണ്ടെങ്കിൽ ചെയ്യാം. അവിടെയാണ് ദൈവം എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നിയ കാര്യമാണ്. ഇത് എൻ്റെ മാത്രം ചിന്താഗതിയാണ്. താല്പര്യമുള്ളവർ മാത്രം ഇത് കേട്ടാൽ മതി, താല്പര്യമുള്ളവർ മാത്രം ഇത് വിശ്വസിച്ചാൽ മതി, താല്പര്യമുള്ളവർ മാത്രം ഇവിടേക്ക് വന്നാൽ മതി. നമ്മൾ പൂജകൾ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് എങ്ങനെയാണ് കിട്ടാന്നുള്ളത് നോക്കിയിട്ടുണ്ടോ? നമ്മൾ കൃത്യമായിട്ടൊരു മെഡിസിൻ കഴിച്ചാൽ നമ്മുടെ അസുഖം കുറയുന്നതായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. അസുഖം മാറിയെന്നല്ല എൻ്റെ അർത്ഥം, അസുഖം കുറഞ്ഞു. പനി ഭയങ്കര 102 ഡിഗ്രി പനി നിൽക്കണു, 103 ഡിഗ്രി പനി നിൽക്കണു. അപ്പോൾ പനിയുടെ മെഡിസിൻ കഴിച്ചാൽ പനി 103 നിന്ന് 100 എന്ന് പറയുമ്പോൾ പനി കുറയുന്നുണ്ടാന്ന് പറയും. അതിന്റെ അർത്ഥം പനി മാറിയെന്നല്ല, പക്ഷെ അതൊരു ഇൻഡിക്കേഷനാണ് നിങ്ങൾ കഴിച്ചത് റൈറ്റ് മെഡിസിൻ ആണെന്നുള്ളത്. ഇത് തന്നെയാണ് പൂജയുമായി ബന്ധപ്പെട്ട് വരുന്നത്. നമ്മൾ ഇവിടെ വന്ന് ഹോമപൂജകൾ, ഗുരുതി പൂജകൾ, നിവേദ്യ പൂജകൾ, ഇതെല്ലാതും അവിടെ പൊയ്യാറ വിഷ്ണുമായ മഠത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ വന്നാൽ നിങ്ങൾ തന്നെ ഈ പൂജകൾ ചെയ്യും, നിങ്ങൾ തന്നെ ഭഗവാനോട് നേരിട്ട് സംസാരിക്കും, നിങ്ങൾ തന്നെ ഭഗവാന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചുള്ള പുഷ്പങ്ങൾ ഇടും, ദ്രവ്യങ്ങൾ ഇടും. അതുപോലെ തന്നെ ഹോമത്തിലാണെങ്കിൽ ഹോമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതായത് അവനാൻ കുളിച്ചാലേ കുളിച്ചതായിട്ടുള്ള വൃത്തി കിട്ടുള്ളൂ, കുളിച്ച സുഖം കിട്ടുള്ളൂ. അല്ലാണ്ട് അതിന് വേണ്ടിയുള്ള പൈസ കെട്ടി വെച്ചിട്ട് നമ്മൾ അവിടെ നടന്നോളൂ എന്ന് വിചാരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ബാറിൽ പോയിരുന്നിട്ട് മദ്യപിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ പോയോ അല്ല അടിച്ചു പൊളിച്ച് നടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്നാലും ചിലപ്പോൾ റിസൾട്ട് കിട്ടിയേക്കാം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂവിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവായിട്ടൊരു അനുഭവം കിട്ടുമ്പോൾ എന്താ പറയുക? ആ പൂജ വിജയിച്ചു എന്നാണ് പറയാ. പൊയ്യാർ വിഷ്ണുമായ മഠത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, നിങ്ങൾ വരുന്നു, നിങ്ങൾ ഹോമപൂജകളിൽ പങ്കെടുക്കുന്നു,
നിങ്ങൾ തന്നെ ഹോമപൂജകളിലെ ഭാഗമാവുന്നു. നിങ്ങൾ തന്നെ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് സ്വാമിയോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്ര നാളും ഉണ്ടായിരുന്ന അകാരണമായ ഭയം നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ, ഇനി എനിക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ആകപ്പാടെ ഒരു വിഭ്രാന്തിയിലിരിക്കുന്ന അവസ്ഥ, ഭ്രാന്തമായ അവസ്ഥ മാറിയിട്ട് ഓക്കെ ഐ ആം കോൺഫിഡൻറ്റ്, എനിക്ക് ഇനി എല്ലാ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പൂജയുടെ വിജയം. ആദ്യം നമ്മൾ എന്ത് വേണം? ജീവിച്ചിരിക്കണം. ആദ്യം നമ്മൾക്ക് വട്ടില്ലാണ്ടും ഭ്രാന്തില്ലാണ്ടും കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത കാര്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് നമ്മളിലേക്ക് എടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടൊരു പ്രത്യേക തരത്തിലുള്ള ഒരു സയൻസ്, അല്ലെങ്കിൽ സയൻസിന് കണ്ടെത്താൻ പറ്റാത്ത രീതികളിലുള്ള, അല്ലെങ്കിൽ സയൻസ് അത്രയ്ക്കും വളർന്നിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു, അത്രയ്ക്കും ഒരു വലിയൊരു എനർജി ഇതിന്റെ ബിഹൈൻഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ ആൾക്കാരുടെ അടുത്ത് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നോ നിങ്ങൾ അവിടെ പോയി പൂജ ചെയ്യാം. അതിന് നിങ്ങൾ എത്ര പണം വേണമെങ്കിലും മുടക്കാം, എന്നിട്ട് നിങ്ങൾ ആ പൂജയുടെ ഭാഗമാവാം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രാജുവലി നല്ലൊരു വളർച്ച ഉണ്ടാവും. അപ്പോൾ പൊയ്യാറ വിഷ്ണുമായ മഠത്തിലെ പൂജകൾ പത്മമിട്ട് നമ്മൾ ഗുരുതിയുടെ കാര്യങ്ങൾ ചെയ്ത് ഹോമപൂജകളൊക്കെ ചെയ്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര സമയമാണ് പറയുന്നത്, മാക്സിമം വന്നു കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പൂജകൾ എടുത്തിട്ടുള്ളത് അതിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള അനുഭവം കിട്ടും. ആ പോസിറ്റീവായിട്ടുള്ള അനുഭവം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അതേ പൂജകൾ എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നത് എന്നുള്ളതും കൂടി നമ്മൾ വിഷ്ണുവായ സ്വാമിയെ സാന്നിധ്യത്തിൽ നിർത്തിക്കൊണ്ട് സ്വാമി നമ്മളെ ഗൈഡ് ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മൾ അതിന്റെ പ്രശ്നം എടുക്കും. എന്നിട്ട് അതിന് വേണ്ട സൊല്യൂഷനും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഇത് ചോദിക്കും, ആദ്യത്തെ പൂജ വിജയിച്ചില്ല അപ്പൊ രണ്ടാമത് എടുക്കണാണോ എന്ന് ചോദിക്കും. അല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാണ്. ആദ്യം ഡോക്ടറെ അടുത്ത് പോയിട്ട് മെഡിസിൻസ് ഒക്കെ കഴിച്ചപ്പോൾ നമ്മുടെ അസുഖങ്ങൾ മാറണില്ല, അല്ലെങ്കിൽ ഡോസ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഡോസിൽ നമുക്ക് ആ അസുഖത്തെ അല്ലെങ്കിൽ ആ വൈറസിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു ശത്രുബാധയാണ്, അത്രയും വലിയൊരു പ്രേതബാധയാണ്, അത്രയും വലിയൊരു ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ ആണെന്ന് വെച്ചാൽ അതിൽ നിന്ന് കടന്നു പോകാൻ ചിലപ്പോ നമ്മൾ ചെയ്ത പൂജയ്ക്ക് ശക്തി അത്രയും ഉണ്ടാവില്ല. അപ്പൊ അതിനും കൂട്ടിയ രീതിയിൽ ശക്തി ചെയ്യേണ്ട വരുന്നത് എങ്ങനെയാ? 1, 2, 3, 4 പ്രാവശ്യം ചെയ്യുമ്പോൾ എന്തായി? അതിന് ശക്തി കൂടി. അതുകൊണ്ടാണ് കോഴ്സ് എഴുതുന്നത് 7 ഡേയ്സിൽ, അല്ലെങ്കിൽ 10 ഡേയ്സിൽ, അല്ലെങ്കിൽ 41 ഡേയ്സിൽ, അല്ലെങ്കിൽ 90 ഡേയ്സിൽ എന്ന് നമ്മളുടെ അസുഖത്തിന്റെ തീവ്രത അനുസരിച്ച് പറയുന്നത്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഒരു മെഡിസിൻ അടിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നം തീരുന്നതായിട്ടുള്ള ഒന്നും ഈ ഭൂമിയിൽ കണ്ടെത്തിയിട്ടില്ല. മനുഷ്യന്മാരെന്ന് പറയുന്ന അതിബുദ്ധിമാനായിട്ട് നമ്മൾ തന്നെ എല്ലാം കണ്ടുപിടിക്കുന്ന ഒരാൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഈ വീഡിയോ ഒക്കെ കാണുന്നവരും മുഴുവനായി കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ ലോജിക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് പൊയ്യാറ വിഷ്ണുവായ മഠത്തിലേക്ക് വരാം. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യമില്ലാത്ത കമന്റ് ഇട്ട് പറയുന്ന പോലെ ഒരു ഭൂമിക്ക് തന്നെ ഭാരമായിട്ട് നടക്കുന്ന പോലത്തെ ആൾക്കാരാണെങ്കിൽ അവരൊന്നും ഒരിക്കലും ഒരു സ്ഥലത്ത് പോയി രക്ഷപ്പെടില്ല. രക്ഷപ്പെട്ടവർ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറില്ല. കാരണം രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഒരാള് സാമ്പത്തികമായി വിജയിക്കുക, ഒരാള് കുടുംബപരമായി വിജയിക്കുക, നല്ല ആയുസ് ആരോഗ്യം ഉണ്ടാവുക, എല്ലാവരുടെയും നല്ല രീതിയിൽ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ കിട്ടിയുള്ള ആൾ അത്രയും ബുദ്ധിമുട്ടിണ്ടാവും. അപ്പൊ അത്രയും ബുദ്ധിമുട്ടിയ ആള് വേറൊരാളെ കുറ്റം പറയാനുള്ള സമയം ആൾക്ക് ഉണ്ടാവില്ല. ഇതൊന്നും ചെയ്യാതെ നടക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയില്ലാത്ത ആൾക്കാരാണ്. അപ്പോ വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരുമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും വലിയ അപൂർത്തി ഉണ്ടായത്. അതിനു വേണ്ടിയുള്ള പൂജകളും കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ കുഴിയിൽ നിന്ന് കയറി വരാൻ എനിക്ക് പറ്റുള്ളത്. സ്വയം ചെയ്ത് സ്വയം അനുഭവം ഉണ്ടായി സ്വയം കയറി വന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ആരെ വേണമെങ്കിലും ഉപദേശിക്കാനുള്ള ശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്, കഴിവുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.